നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിസ്പേർഷൻ ആണ്. അപ്പോൾ എന്താണ് ഡിസ്പേർഷൻ? അപ്പോൾ ചില സ്റ്റാറ്റിസ്റ്റീഷ്യൻസ് ഇതിൻ്റെ എന്താണ് ഡെഫിനിഷൻസ് കൊടുത്തിട്ടുണ്ട്. ബൗളെ എന്ന് പറയുന്ന സ്റ്റാറ്റിസ്റ്റീഷ്യൻ പറഞ്ഞിട്ടുള്ളത് ഇറ്റ് ഈസ് ദ മെഷർ ഓഫ് വേരിയേഷൻ ഓഫ് ഐറ്റംസ്. അതായത് തന്നിട്ടുള്ള ഇപ്പം 3 പിന്നെ ക്ലാസ്സിൻ്റെ മാർക്ക് തരുവാണ്. അതായത് ബി എ എക്കണോമിക്സിലെ കുട്ടികളുടെ മാർക്ക്, അതുപോലെ തന്നെ ബി കോമിലെ കുട്ടികളുടെ മാർക്ക്, അതുപോലെ തന്നെ ബി എസ് സിയിലെ കുട്ടികളുടെ മാർക്ക്. അപ്പം ഇങ്ങനെ അതിൻ്റെ 3 സെറ്റ് ഐറ്റംസ് തരുമ്പോൾ അല്ലെങ്കിൽ 3 ക്രിക്കറ്റേഴ്സിൻ്റെ പെർഫോമൻസ് തരുവാണ്. അപ്പം ആരുടെയാണ് പിന്നെ ഏറ്റവും നല്ല പെർഫോമൻസ് എന്നുള്ള കാര്യങ്ങളൊക്കെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വേരിയേഷൻ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ വേരിയേഷൻ മെഷർ ചെയ്യുന്ന ഒരു ടൂളാണ് ഡിസ്പേർഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ പറയുന്നത് അടുത്ത സ്പേഗലിൻ്റെ ഡെഫിനേഷൻ എന്താണെന്ന് വെച്ചാൽ is the degree to which numerical data tend to spread about an average value. ഒരു ആവറേജ് വാല്യൂവിൻ്റെ അടുത്ത് എന്തുമാത്രം നമ്മൾ സ്പ്രെഡ് ചെയ്തിരിക്കുന്നു എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് എന്ത് പറയുന്നത് ഡിസ്പേർഷൻ. അപ്പോൾ ഒന്നാമത്തത് വാല്യുവേഷനെ കുറിച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു. രണ്ടാമതായിട്ട് സ്പേഗൽ എന്താണ് പറഞ്ഞത്, നമ്മുടെ ഡാറ്റ സെറ്റിൽ നമ്മുടെ സ്പ്രെഡ് എത്രമാത്രമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു. അതുപോലെ തന്നെ ബ്രുക്ക് ആൻഡ് ഡിക്ക് രണ്ട് സ്റ്റാറ്റിസ്റ്റീഷ്യൻസ് പറഞ്ഞത് എന്താണ്, ഇസ് എ ഡിഗ്രി ഓഫ് സ്കാറ്റേർനെസ് ഓർ വേരിയേഷൻ ഓഫ് ദ വാല്യൂബിൾ അബൌട്ട് സെൻട്രൽ വാല്യൂ. ഇപ്പോൾ സെൻട്രൽ വാല്യൂവിൽ നിന്ന് നമ്മൾ തന്നിട്ടുള്ള വാല്യൂസ് എന്തുമാത്രം സ്കാറ്റേർഡ് ആണ് എന്ന് അല്ലെങ്കിൽ സ്പ്രെഡ് ചെയ്തിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ വേറൊരു പേര് ആവറേജ് ഓഫ് സെക്കൻഡ് ഓർഡർ എന്നുകൂടിയുണ്ട്. ഓക്കെ, അപ്പോൾ ഇപ്പം നമുക്കിപ്പോൾ 4, 5 വാല്യൂസ് ഉണ്ട്. 2, 3, 4, 5, 6. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മീന് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ 2, 3, 4, 5, 6 കൂട്ടിയാൽ നമുക്ക് എത്ര വാല്യൂ കിട്ടുക? അതിനെ നമ്മൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. സോ 2 പ്ലസ് 3 പ്ലസ് 4 പ്ലസ് 5 പ്ലസ് 6, അപ്പോൾ 20 കിട്ടും. 20/5 എന്ന് പറയുന്നത് 15.2 ആണ് അല്ലേ? അപ്പോൾ ആ 15.2-ൽ നിന്നും എന്തുമാത്രം നമ്മളെ ഈ ഇൻഡിവിജ്വൽ വാല്യൂസ് ഡീവിയേറ്റ് ചെയ്തിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ് ഈ ഒരു ഡിസ്പേർഷനെ കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ 3 എന്താണ് ഹോട്ടൽസ് ഉണ്ട്. സാഗർ, ഗസ്റ്റ്വേ, റഹ്മത്ത്. ഓക്കെ, കോഴിക്കോടിലെ 3 റെസ്റ്റോറൻറ്റ്സ് ആണ്. അപ്പോൾ അത് ഓരോ റെസ്റ്റോറൻറ്റ്സിൻ്റെയും എന്താണ് എത്ര ബിരിയാണി ഓരോ ദിവസവും, ഇപ്പോൾ 5 ദിവസമാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഓരോ ദിവസം എത്ര ബിരിയാണി കിട്ടുമെന്നാണ് നോക്കുന്നത്. ഇപ്പം 100 അങ്ങനെ നമ്മളൊരു 5 ദിവസത്തെ കണക്കെടുക്കുവാണ്. അപ്പോൾ നമുക്കൊരു ആവറേജ് നമ്മൾ നോക്കുവാണെങ്കിൽ സാഗറിലത്തെയും അതുപോലെ തന്നെ വെസ്റ്റ് വേലത്തെയും റഹ്മത്തിലെയും നമുക്ക് കിട്ടുന്നത് എത്രയാണ്? ദാറ്റ്സ് ഈക്വൽ ടു 100 എന്നുള്ളത് കിട്ടും. അതായത് എല്ലാ വാല്യൂസും ആഡ് ചെയ്യുക, എന്നിട്ട് ഡിവൈഡഡ് ബൈ 5 കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് ആഡ് ചെയ്തിട്ട് ഡിവൈഡഡ് ബൈ 5 കൊടുത്താലും ഇത് ആഡ് ചെയ്തിട്ട് ഡിവൈഡഡ് ബൈ 5 കൊടുത്താലും നമുക്ക് 100 തന്നെയാണ് കിട്ടുക. അപ്പോൾ എല്ലാ വാല്യൂസും നമുക്ക് ഇവിടെ അല്ലെങ്കിൽ ആവറേജ് നമുക്ക് 100 കിട്ടുന്നത്. അപ്പോൾ ഇവിടെ ആരാണ് ഏറ്റവും കൂടുതൽ നന്നായി പെർഫോം ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല അല്ലേ? അപ്പോൾ ഈ ഒരു സ്ഥലത്താണ് അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷനിലാണ് നമുക്ക് ഡിസ്പേർഷൻ നമുക്ക് അത്യാവശ്യമായിട്ട് വരുന്നത്. അപ്പോൾ നമ്മളിവിടെ ഡിസ്പേർഷൻ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? അതായത് ഈ മെയിനായിട്ട് കിട്ടിയത് നമുക്ക് 100. അപ്പോൾ ഈ 100-ൽ നിന്ന് ഒന്നാമത്തെ വാല്യൂ എത്ര ഡിസ്പേർഷൻ അല്ലെങ്കിൽ എത്ര വാലിബിലിറ്റി ഉണ്ട് അല്ലേ? അതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഡിസ്പേർഷൻ്റെ മെഷേഴ്സിലൂടെ നമുക്ക് വേരിയബിലിറ്റി മനസ്സിലാക്കാൻ പറ്റുന്നു. ഡാറ്റ സെറ്റ് വേരിയബിലിറ്റി മനസ്സിലാക്കാൻ പറ്റുന്നു. ഡാറ്റ സെറ്റിൻ്റെ എന്താണ് സ്പ്രെഡ്, അതായത് സെൻട്രൽ വാല്യൂ അല്ലെങ്കിൽ ആവറേജിൽ നിന്നും എന്തുമാത്രം
ഡീവിയേറ്റ് ചെയ്തിരിക്കുന്നു അല്ലെങ്കിൽ സ്പ്രെഡ് വേരിയബിലിറ്റി ഇതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡിസ്പേർഷൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഡിസ്പേർഷൻ മെഷേഴ്സ് ദ എക്സ്റ്റെൻറ്റ് ടു വിച്ച് ദ ഐറ്റംസ് വേരി ഫ്രം സം സെൻട്രൽ വാല്യൂ. അപ്പോൾ നിങ്ങൾക്ക് ആവറേജ് നിങ്ങൾ അരിത്മെറ്റിക്കിലോ അല്ലെങ്കിൽ ഹാർമോണിക്കിലോ വാട്ടെവർ, അപ്പോൾ നിങ്ങളൊരു സെൻട്രൽ വാല്യൂ അല്ലെങ്കിൽ ആവറേജ് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട് ഒരു ഡാറ്റയുടെ. ആ ഡാറ്റയുടെ സെൻട്രൽ വാല്യൂവിൽ നിന്ന് നമ്മുടെ ഒബ്സർവേഷൻസ് അല്ലെങ്കിൽ എക്സ് വാല്യൂ എന്തുമാത്രം ഡീവിയേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ എന്തുമാത്രം അകന്നിരിക്കുന്നുണ്ട് അല്ലെങ്കിൽ ദൂരെയാണോ അടുത്താണോ എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഈ ഒരു പറയുന്ന ഡിസ്പേർഷൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇറ്റ് ഓൾസോ ഗിവ്സ് ആൻ ആവറേജ് ഓഫ് ദ ഡിഫറൻസസ് ഓഫ് വേരിയസ് ഐറ്റംസ് ഫ്രം ആൻ ആവറേജ്. സോ ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആവറേജ് ഓഫ് സെക്കൻഡ് ഓർഡർ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഈ ഒരു ഡിസ്പേർഷൻ എന്ന് പറയുന്ന മെഷറിന് ഒരു പേരും കൂടിയുണ്ട്, ദാറ്റ് ഈസ് ദ ആവറേജ് ഓഫ് സെക്കൻഡ് ഓർഡർ. ആവറേജ് ഓഫ് സെക്കൻഡ് ഓർഡർ അങ്ങനെ പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, സോ ഇറ്റ് ഗിവ്സ് ആൻ ആവറേജ് ഓഫ് ഡിഫറൻസസ് ഓഫ് വേരിയസ് ഐറ്റംസ് ഫ്രം ആൻ ആവറേജ്. അതായത് ആവറേജിൽ നിന്ന് നമ്മളൊരു ഡാറ്റയുടെ ആവറേജ് കണ്ടു, ആ ആവറേജിൽ നിന്ന് നമ്മുടെ വാല്യൂസ് എന്തുമാത്രം ഡീവിയേറ്റ് ചെയ്തിരിക്കുന്നു അതിൻ്റെ ആവറേജാണ് നമ്മൾ കാണുന്നത്. ഓക്കെ, അപ്പോൾ ആവറേജസ് ഓഫ് സെക്കൻഡ് ഓർഡർ. ഓക്കെ, ആദ്യം ഒരു ആവറേജ് കണ്ടു, ആ ആവറേജിൻ്റെ രണ്ടാമത് നമ്മൾ എന്ത് ചെയ്യണം, ആവറേജ് കാണുക. ഓക്കെ, അപ്പോൾ നമ്മൾ പറയുകയാണ് ഈ ഒരു ഡാറ്റ നിങ്ങളൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് നോക്കുക. അപ്പോൾ ഈ ഒരു ഡാറ്റ നമുക്ക് മീൻ കിട്ടിയത് എത്രയാണ്, 100 അല്ലേ. നമുക്ക് മീൻ എത്രയാണ് കിട്ടിയത്, ആവറേജ് എത്രയാണ് കിട്ടിയത് അല്ലെങ്കിൽ എക്സ് ബാർ എത്രയാണ് കിട്ടിയത്, 100. ദാറ്റ് ഈസ് 100 പ്ലസ് 100 പ്ലസ് 100 പ്ലസ് 100, അത് 500 കിട്ടി. 500/100 ദാറ്റ് ഈസ് ഈക്വൽ ടു 100. അപ്പോൾ ഈ മീൻ നമുക്ക് 100 കിട്ടി. അതേപോലെ തന്നെ നമ്മൾ ഈ എക്സ് വാല്യൂസ് അല്ലെങ്കിൽ നമ്മുടെ ഒബ്സർവേഷൻസ് അല്ലെങ്കിൽ ഐറ്റംസ് എല്ലാം തന്നെ എന്താണ്, 100. അപ്പോൾ ഇവിടെ എന്തില്ല, വലിയ വ്യത്യാസമില്ല അല്ലേ. നമ്മൾ ഐറ്റംസും അല്ലെങ്കിൽ ഒബ്സർവേഷൻസും ആവറേജും തമ്മിൽ വലിയ വ്യത്യാസമില്ല. അതായത് ഈ ഒരു ഡാറ്റയിൽ അല്ലെങ്കിൽ ഈ ഒരു ഡാറ്റ സെറ്റിൽ അല്ലെങ്കിൽ ഈ ഒരു സീരീസിൽ എന്തില്ല, വേരിയേഷൻ ഇല്ല. അതായത് ഇപ്പോൾ സച്ചിൻ ടെണ്ടുൽക്കറിൻ്റെ പെർഫോമൻസ് ആണ് നോക്കുന്നുണ്ടെങ്കിൽ എല്ലാ മാച്ചസിലും എത്രയാണ്, 100 തന്നെ അടിക്കുന്നു. ആൻഡ് അദ്ദേഹത്തിൻ്റെ മെയിൻ നമുക്ക് കിട്ടുന്നത് 100 ആണെന്ന് വിചാരിക്കാം. ഓക്കെ, ആൻഡ് വേറൊരു ബാറ്റ്സ്മാൻ്റെ സ്കോർ എടുക്കുവാണ് 100, 105, 102, 90, 103. അപ്പോൾ അതിൻ്റെ ഒരു ആവറേജ് എന്ന് പറയുന്നത് 100 ആണ്. അപ്പോൾ 100ഉം ഈ പറയുന്ന വാല്യൂസും നമ്മൾ നോക്കുവാണെങ്കിൽ വാലിബിലിറ്റി എന്താണ്, ഇച്ചിരി അവിടെ എന്താണ്, യെസ് അവിടെ കുറച്ച് വാലിബിലിറ്റി ഉണ്ട്. 100, പിന്നെ അതുപോലെ തന്നെ 105 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 90 വരുന്നുണ്ട്. അപ്പോൾ ചെറിയൊരു വാലിബിലിറ്റി ഈ ഒരു കേസിലുണ്ട്. പക്ഷേ ഈ കേസിൽ മൂന്നാമത്തെ കേസിൽ എന്താണ്, ഒന്നാമത്തെ മാച്ചിൽ ഒരാൾ ആ ഒരു പെർട്ടിക്കുലർ ആൾ ഒരു റൺ എടുക്കുന്നു, രണ്ടാമത്തെ മാച്ചിൽ 489 റൺ എടുക്കുന്നു, മൂന്നാമത്തെ മാച്ചിൽ 2, അങ്ങനെ 5, 3 അങ്ങനെ വാല്യൂസ് ആണ് വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ആവറേജ് എടുക്കുമ്പോൾ എത്രയാണ്, 100 ആണ്. പക്ഷേ അവിടെ വാരിയബിലിറ്റി ഉണ്ടോ ഇല്ലയോ, യെസ് അവിടെ നല്ലോണം വേരിയബിലിറ്റി ഉണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളാണ് നമ്മൾ ഡിസ്പേർഷനിൽ കൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ കാര്യം ക്ലിയർ ആയെന്ന് തോന്നുന്നു. അപ്പോൾ ഡിസ്പേർഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ സെൻട്രൽ വാല്യൂവിൽ നിന്ന് നമ്മൾ ഒബ്സർവേഷൻസിൽ എന്തുമാത്രം ചേഞ്ചസ് ഉണ്ട്. സെൻട്രൽ വാല്യൂവിൽ നമ്മൾ നോക്കുവാണെങ്കിൽ ഒബ്സർവേഷൻസിനെ, അതായത് സെൻട്രൽ വാല്യൂ നമ്മൾ നോക്കുന്നു 100, നമ്മൾ ഒബ്സർവേഷൻസ് നോക്കുന്നു 100, ഒബ്സർവേഷൻസ് നോക്കുന്നു. അങ്ങനെ വേരിയബിലിറ്റി നമ്മൾ മെഷർ ചെയ്യുന്നതാണ് അല്ലെങ്കിൽ സ്പ്രെഡ് നമ്മൾ മനസ്സിലാക്കുന്നതാണ് എന്ത്, നമ്മുടെ ഡിസ്പേർഷൻ എന്ന് പറയുന്നത്. എന്താണ് അതിൻ്റെ സിഗ്നിഫിക്കൻസ്? അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഒരു ആവറേജിൻ്റെ റിലയബിലിറ്റി, വിശ്വാസം അല്ലെങ്കിൽ വിശ്വാസ്യത നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ ഡിസ്പേർഷനിൽ കൂടിയാണ്. ചെറിയ ഡിസ്പേർഷൻ അല്ലെങ്കിൽ നമ്മൾ പറയുകയാണ് അവിടെ ഡിസ്പേർഷൻ അല്ലെങ്കിൽ വേരിയബിലിറ്റി എന്താണ്, കുറവാണ് അല്ലേ. ഇവിടെ വേരിയബിലിറ്റി ഇല്ല.
അപ്പം നമ്മളെ മീൻ എന്താണ് നിങ്ങൾക്ക് വിശ്വസിക്കാം, അതായത് അവിടെ ഡിസ്പേർഷൻ ഇല്ല. ഇവിടെ എന്താണ് മീന് 100 ആണ്, ആൻഡ് ഇവിടെ ചെറിയൊരു ഡിസ്പേർഷൻ ഉണ്ട്, ആൻഡ് യു ക്യാൻ സ്റ്റിൽ ബിലീവ് ദിസ് ആവറേജ്. ബട്ട് ഇവിടെ എന്താണ് ഹൈ വേരിയബിലിറ്റി ആണ് വൈ കമ്പയറിംഗ് ടു ദി ആവറേജ്. ആവറേജിനെ വെച്ച് നോക്കുമ്പോൾ നിങ്ങളുടെ വാല്യൂസ് എന്താണ്, ഇറ്റ് ഈസ് ഹൈലി വാരിയബിൾ. സോ ഇറ്റ് ഈസ് നോട്ട് റിലയബിൾ. ഇതെന്തല്ല ഒരു റിലയബിൾ വാല്യൂ അല്ല, അല്ലെങ്കിൽ അവിടെ ഡിസ്പേർഷൻ എന്ന് പറയുന്നത് എന്താണ് അവിടെ ഹൈ ആണ്. അപ്പോൾ നിങ്ങളുടെ ആവറേജ് എന്താണ്, ഇറ്റ് ഈസ് നോട്ട് എ ഗുഡ് ആവറേജ്. അപ്പോൾ ഇവിടെ നമുക്ക് ഡിസ്പേർഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കണം, അല്ലെങ്കിൽ വേരിയബിലിറ്റി അല്ലെങ്കിൽ ആ ഒരു സ്പ്രെഡ് എന്തായിരിക്കണം, കുറവായിരിക്കണം. അപ്പോൾ ഡിസ്പേർഷൻ കുറഞ്ഞാൽ മാത്രമേ നല്ലൊരു ആവറേജ് ആവുള്ളൂ. അതുപോലെ തന്നെ അടുത്തതെന്ന് വെച്ചാൽ ലാർജ് ഡിസ്പേർഷൻ ആണെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് റിലയബിൾ. അതുപോലെ തന്നെ അടുത്തത് ബേസിസ് ഓഫ് കൺട്രോൾ ഓഫ് വേരിയബിലിറ്റി കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മെഷറാണ് എന്ത് നമ്മളെ ഈ ഒരു ഡിസ്പേർഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ രണ്ടോ അതിലധികമോ സീരീസ്, നമ്മളിപ്പോൾ പറഞ്ഞു 3 ബാറ്റ്സ്മാൻമാർ അല്ലെങ്കിൽ 3 ഹോട്ടൽസ് വധ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളുടെ കമ്പാരിസണിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ വാരിയബിലിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഡിസ്പേർഷൻ യൂസ് ചെയ്യാം. അപ്പോൾ ഹൈ വാരിയബിലിറ്റി ആണെങ്കിൽ അവിടെ ലോ കൺസിസ്റ്റൻസി ആയിരിക്കും, അല്ലേ? കൺസിസ്റ്റന്റ് ബാറ്റ്സ്മാൻ ആണോ, കൺസിസ്റ്റൻസി ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് എങ്ങനെയാണ് മനസ്സിലാവുക? ഇപ്പോൾ സച്ചിൻ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നല്ല ബ്രെഡ്ലി അങ്ങനെയുള്ള ആൾക്കാരെല്ലാം എന്താണ് നല്ല കൺസിസ്റ്റൻ്റ് ആണെന്നെല്ലാം പറയാറുണ്ട്. അപ്പോൾ എല്ലാ മാച്ചസിലും ഏകദേശം നല്ലൊരു സ്കോറാണ്, അല്ലെങ്കിൽ ആവറേജ് നേരത്തെ പറഞ്ഞു 100 തന്നെയാണ് എടുക്കുക, അല്ലെങ്കിൽ മോറോലെസ് സ്റ്റേബിൾ ആയിട്ടുള്ളവർ തന്നെയാണ് എടുക്കുകയെങ്കിൽ അവിടെ എന്താണ് ലോ ഡിഗ്രി ഓഫ് വേരിയബിലിറ്റി കുറവാകുമ്പോൾ എന്താണ് ഹൈ കൺസിസ്റ്റൻസി. ഇനിയിപ്പോൾ വേരിയബിലിറ്റി കൂടുതലാണെങ്കിൽ അവിടെ എന്താണ് ലോ കൺസിസ്റ്റൻസി. ഓക്കെ, അപ്പോൾ വേരിയബിലിറ്റി കുറവായിരിക്കണം, എന്നാൽ മാത്രമേ ഹൈ കൺസിസ്റ്റൻസി ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരിക, നിങ്ങൾക്ക് തന്നിട്ടുള്ള ഡാറ്റ സെറ്റ് ഹൈ കൺസിസ്റ്റൻ്റ് ആണോ. അപ്പോൾ എന്താ നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത്, അവിടെ വേരിയബിലിറ്റി കുറവുണ്ടോ എന്നുള്ളത് നോക്കുക. ഓക്കെ, ആൻഡ് ഡിസ്പേർഷൻ്റെ വേറൊരു യൂസ്ഫുൾനെസ് അല്ലെങ്കിൽ ഒരു ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ റെലവൻസ് അല്ലെങ്കിൽ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത് എന്താണ്, അത് സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷേഴ്സ് അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസിൽ നമുക്ക് ഈ ഡിസ്പേർഷൻ അപ്ലൈ ചെയ്യാം. അതായത് കോറിലേഷനിലും ഹൈപ്പോത്തിസിസ് ടെസ്റ്റിങ്ങിലും റിഗ്രഷൻ എന്ന് പറയുന്ന കാര്യങ്ങളിലൊക്കെ നമുക്ക് ഡിസ്പേർഷൻ മെഷർ യൂസ് ചെയ്യാം. അപ്പോൾ നമ്മളതിന് പറയുന്നത് ഡിസ്പേർഷൻ മെഷേഴ്സ് കുറേയുണ്ട്. അപ്പോൾ നല്ലൊരു ഡിസ്പേർഷൻ അല്ലെങ്കിൽ നമ്മൾ വേരിയബിലിറ്റി നല്ലോണം പറയുന്നുണ്ട്, അല്ലെങ്കിൽ കൺസിസ്റ്റൻസി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് നമുക്കത് നല്ല മെഷറാണ്, ഡിസ്പേർഷൻ്റെ നല്ല മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ കുറേയുണ്ട്, റേഞ്ച്, ക്വാണ്ടിറ്റി ഡീവിയേഷൻ, മീൻ ഡീവിയേഷൻ അങ്ങനെ പറയുന്ന കുറേ മെഷേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ മെഷേഴ്സിൽ കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്, അതായത് നല്ല മെഷർമെൻറ്റ്, ഡിസ്പേർഷൻ്റെ നല്ല മെഷർമെൻറ്റ് ആണെന്നുണ്ടെങ്കിൽ ചില പ്രോപ്പർട്ടീസ് ഉണ്ട്. അതിനകത്ത് ഒന്നാമത്തത് സിമ്പിൾ ടു അണ്ടർസ്റ്റാൻഡ്, പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റണം, പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റണം. അതുപോലെ തന്നെ റിജിഡ്ലി ഡിഫൈൻഡ്, എല്ലാവരും കാൽക്കുലേറ്റ് ചെയ്താലും സെയിം ആൻസർ ആയിരിക്കണം, ദാറ്റ് ഈസ് റിജിഡ്ലി ഡിഫൈൻഡ് ആയിരിക്കണം. ആൻഡ് ഒരു സീരീസിലെ എല്ലാ ഒബ്സർവേഷനെയും എന്ത് ചെയ്യണം, ഈ ഒരു വാല്യൂ ബേസ് ചെയ്യണം. ആൻഡ് ഫെർദർ ആയിട്ട് ആൽജിബ്രൈക് ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റണം. അതുപോലെ തന്നെ സാമ്പിളിംഗ് സ്റ്റെബിലിറ്റി ഉറപ്പുവരുത്തണം. അതുപോലെ തന്നെ എക്സ്ട്രീം വാല്യൂസ് അല്ലെങ്കിൽ ഔട്ട്ലെയറിന് എന്ത് ചെയ്യാൻ പറ്റില്ല, എഫക്റ്റഡ് ആവാൻ പാടില്ല. അതായത് 1 2 3 4 4000, ഇവിടെ 4000 ആണ് ഔട്ട്ലെയർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ 2000 3000 1000 0.5. അപ്പോൾ ഈ കാര്യങ്ങൾ വരുമ്പോൾ ആവറേജ് എന്ന് പറയുമ്പോൾ ഈ 0.5നെ കൺസിഡർ ചെയ്യില്ല, അല്ലെങ്കിൽ 4000നെ കൺസിഡർ ചെയ്യില്ല. പക്ഷേ ഒരു ഡിസ്പോർഷൻ ആണെങ്കിൽ എന്ത് ചെയ്യും, എല്ലാ വാല്യൂസിനെ എന്ത് ചെയ്യും, എക്സ്ട്രീം വാല്യൂസിനെ കൺസിഡർ അല്ലെങ്കിൽ അതിനെ എഫക്റ്റഡ് എക്സ്ട്രീം വാല്യൂ ഉള്ളത് കൊണ്ട് നമ്മളെ
dispersion അല്ലെങ്കിൽ measure of value or measure of dispersion എന്ത് ചെയ്യില്ല, it will not be affected. Okay, extreme value ഉള്ളത് കൊണ്ട് ഇപ്പൊ 1 2 3 4 4000 ഈ ഒരു കേസിൽ ആവറേജ് ചിലപ്പോൾ എത്രയായിരിക്കും, ഈ 4000 ഉള്ളത് കൊണ്ട് ആവറേജ് മാറും അല്ലെ. ഈ 0.5 ഉള്ളത് കൊണ്ട് 0.5 കൺസിഡർ ചെയ്യുന്നില്ല നമ്മളെ ആവറേജ്. അപ്പൊ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുന്നതാണ് ഈ ഒരു ഗുഡ് മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ പറയുന്നത്. ഓക്കെ, അപ്പൊ എന്തൊക്കെ മെഷേഴ്സ് ആണ് നമ്മൾ വേരിയേഷൻ അല്ലെങ്കിൽ സ്പ്രെഡ് അല്ലെങ്കിൽ ഡിസ്പേർഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് മെത്തേഡ്സ് ഉണ്ട്. അതിനകത്ത് ഒന്നാമത് റേഞ്ച്, രണ്ടാമത്തത് ഇന്റർ ക്വാർട്ടൈൽ റേഞ്ച് അല്ലെങ്കിൽ ക്വാർട്ടൈൽ ഡീവിയേഷൻ. ഓക്കെ, ഒന്നാമത്തെ റേഞ്ച്, രണ്ടാമത്തെ QD അല്ലെങ്കിൽ ക്വാർട്ടൈൽ ഡീവിയേഷൻ, മൂന്നാമത്തത് മെയിൻ ഡീവിയേഷൻ, നാലാമത്തെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, അഞ്ചാമത്തത് ലോറൻസ് കർവ്. അപ്പോൾ ഈ രണ്ടെണ്ണം എന്താണ്, പൊസിഷണൽ ആവറേജ് ആണ്. അപ്പൊ ഡിസ്പേർഷൻ അല്ലെങ്കിൽ വേരിയബിലിറ്റി അല്ലെങ്കിൽ സ്പ്രെഡ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന പൊസിഷണൽ ആവറേജ് ആണ് ഏത്, നമ്മുടെ റേഞ്ചും ക്വാർട്ടൈൽ ഡീവിയേഷൻ. അതുപോലെ തന്നെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് പറയുന്നതാണ് മെയിൻ ഡീവിയേഷനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും. ആൻഡ് നമ്മൾ ഈ എന്താണ് ഡീവിയേഷൻ അല്ലെങ്കിൽ നമ്മൾ വേരിയേഷൻ അല്ലെങ്കിൽ സ്പ്രെഡ് ഈ കാര്യങ്ങൾ നമ്മൾ ഗ്രാഫിക്കലായിട്ട് മനസ്സിലാക്കുന്നതാണ് എന്ത്, ലോറൻസ് കർവ്. അപ്പൊ റേഞ്ചും ക്വാർട്ടൈൽ ഡീവിയേഷനും പൊസിഷണൽ ആവറേജ് ആണ്. മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, മീൻ ഡീവിയേഷനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും എന്താണ്, അത് മെഷർ ഓഫ് ഡീവിയേഷൻ ആണ്. അതുപോലെ തന്നെ ലോറൻസ് കർവ് എന്താണ്, ദാറ്റ് ഈസ് എ ഗ്രാഫിക് മെത്തേഡ്. ഓക്കെ,